ഇതുപോലൊരു മട്ടൻ ഡിഷ് നിങ്ങൾ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, നല്ല എരിവും പുളിയൊക്കെ ഉള്ള മസാല ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകണ്ട കേട്ടോ. കാരണം ഇത് അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള സ്ഥലമല്ല. ഇതൊരു അറബിക് സ്റ്റൈൽ ഡിഷാണ് കേട്ടോ. മാത്രമല്ല അവരുടെ ആ പ്രിപ്പറേഷനൊക്കെ കണ്ടു നിൽക്കാൻ രസമാണ്. ഇതെവിടെ കിട്ടണമെന്ന് വെച്ചാൽ ജിദാഫ്സിലുള്ള അൽ ജസാസ് ബച്ച റെസ്റ്റോറൻറ്റിലാണ്. നല്ല വെന്ത് പാകമായിട്ടുള്ള മട്ടൻ്റെ തലയും വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ചുമ്മാ ചെന്ന് ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യല്ല. ഇവിടെ അവരുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. അവിടെ ഒരു പാത്രത്തിൽ കുബൂസ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് എത്ര കുബൂസ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു കുബൂസ് അല്ലെങ്കിൽ 2 കുബൂസ് അതിൽ കൂടുതൽ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചാൽ തീരില്ല. എന്നിട്ട് ആ കുബൂസ് ഇതുപോലെ പിച്ച് കീറിയിട്ടിട്ട് അങ്ങനെ ക്യൂവിൽ അങ്ങോട്ട് വച്ചേക്കാം. പാഴ്സൽ കൊണ്ടുപോകേണ്ടവർ ഇതുപോലത്തെ പാത്രത്തിലാക്കിയിട്ട് വെക്കാം. മൂപ്പര ഓർഡർ അനുസരിച്ച് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക്. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ബോറടിക്കുന്നുണ്ടെങ്കിലോ അവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇരിപ്പുണ്ടാവും. അതങ്ങോട്ട് വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആവി പറക്കണം മട്ടൻ സൂപ്പ് മൂപ്പര് അതിനകത്തേക്ക് ഒഴിച്ചു തരും. നല്ല ചൂടൻ മട്ടൻ സൂപ്പ് ഊതി ഊതി കുടിക്കണതിൻ്റെ ആ ഒരു ഫീല്, ആഹാ എന്താ രസം. മൂപ്പരുടെ കലാപരിപാടിയെ കാണുമ്പോൾ ആടിൻ്റെ ചങ്കിലെ ചോര കുടിക്കണ ആടുതോമനെ നമ്മൾ ഓർത്തു കേട്ടോ. പക്ഷേ ഇവിടുത്തെ കളി ആടിൻ്റെ ചങ്ക് കൊണ്ടൊന്നുമല്ല, ആടിൻ്റെ തല കൊണ്ടാണ്. $1.5 ദിനാർ തൊട്ട് മുകളിലേക്കാണ് ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവൻ സ്പൈസസ് വേണോ ഓയിൽ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ. അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് മൂപ്പര് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ എന്തായാലും ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ള മട്ടൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇത്. മട്ടൻ വിത്ത് ബ്രെയിനാണ് കേട്ടോ എനിക്ക് മൂപ്പര് സെറ്റാക്കി തന്നത്. സംഭവം ഉഷാറാക്കി തന്നെയായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് പറ്റുമെന്നുള്ളത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കി തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു വെറൈറ്റി സംഭവം കണ്ടല്ലേ, ഒന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഞാനവിടെ ചെന്ന സമയത്ത് കൂടുതലും അറബി ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് എന്നാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും കാണാം. ബൈ, സീ യു, സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോർ.